ബംഗ്ലാദേശിലെ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ സ്വാതന്ത്ര്യം വേണമെന്ന ആവശ്യം ശക്തമായി വരുന്നു. അതായത് ഈ മേഖലയിൽ തദ്ദേശവാസികളുടെ വിഘടനവാദം ഉയർന്നു വരുന്നത് ധാക്കയിലെ ഗവൺമെൻറ്റിനെ ഏറെ അലോസരപ്പെടുത്തുന്നു. അപ്പോൾ ബംഗ്ലാദേശിലെ ബലൂചിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. സാധാരണഗതിയിൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകുന്നു, ബലൂജ് റിപ്പബ്ലിക് ഓഫ് ബലൂജായി മാറി എന്നൊക്കെ നമ്മൾ വാർത്ത ചെയ്താണ്. അപ്പോൾ ബംഗ്ലാദേശിൽ എങ്ങനെയാണ് ബലൂജ്? അതായത് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖലയെക്കുറിച്ചാണ് ഈ പറഞ്ഞു വന്നത്. ചിറ്റഗോങ് മേഖല എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിലെ ഗോത്ര വിഭാഗക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രമാണ്. ഏതാണ്ട് 5 ലക്ഷത്തോളം ബംഗ്ലാദേശിലെ ഗോത്ര വിഭാഗക്കാർ ഇവിടെയുണ്ട്. ഈ മേഖലയാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. പതിറ്റാണ്ടുകളായിട്ട് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ഭരണാധികാരികൾ ഇത് ഗൗരവമായി എടുത്തിട്ടില്ല. ഈ അവഗണനയാണ് ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭമായി മാറാൻ ഇടയാക്കിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാനിലെ ബലൂജികൾ വലിയ പ്രക്ഷോഭം നടത്തുകയും അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും പാക് ആർമിയെ തുരത്തുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ഈ ചിറ്റഗോങ് മേഖലയിലെ ജനങ്ങളെ വളരെയധികം ആത്മവിശ്വാസം നൽകി, അല്ലെ അവരെ വളരെയധികം ഉത്തേജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തങ്ങൾ വിചാരിച്ചാലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ ഒരു തദ്ദേശീയവാദത്തിലൂടെ അവിടുത്തെ ആർമിയെ തുരത്താൻ കഴിയും. അപ്പോൾ ഇവർക്ക് ഒരു സ്വയംഭരണാവകാശമുള്ള പ്രദേശമായി മാറണം എന്നുള്ളത് ഏറെ കാലത്തെ ആഗ്രഹവും സ്വപ്നവുമൊക്കെയാണ്. കാരണം ഈ മേഖലയിലാണ് ബംഗ്ലാദേശിൽ തന്നെ ഏറ്റവും അധികം ഹിന്ദു ബുദ്ധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിയുന്നത്. 1947 ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി വിഭജിച്ച സമയത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേരുകയാണ്. അന്ന് ഈ ചിറ്റഗോങ് എന്ന് പറയുന്ന പ്രദേശത്ത് ദേശീയ പതാക ഉയർത്തി, അതായത് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തി. കാരണം അവരും സ്വാഭാവികമായി ഇന്ത്യയിൽ ചേരുകയാണ്. കാരണം ബുദ്ധമതക്കാർ, ഹിന്ദു വിഭാഗങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലമാണല്ലോ. പക്ഷേ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടം ഒരു കള്ളക്കളി നടത്തുകയും ഈ ചിറ്റഗോങ്ങിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. ഇതിന് പറഞ്ഞ കാരണം അവിടെ പോർട്ടുകളില്ല, അപ്പോൾ പാകിസ്ഥാന് പോർട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ചിറ്റഗോങ്ങിനെ അങ്ങോട്ടേക്ക് മാറ്റിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണകൂടം, അന്നത്തെ ചുമതല എടുക്കാൻ പോകുന്ന ഭരണകൂടം ആർജവത്തോടുകൂടി ഈ ചിറ്റഗോങ് മേഖലയിൽ ഇന്ത്യയിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ രാഷ്ട്രീയക്കാർ ചതിച്ചതാണോ എന്നൊരു സംശയം ഇവർക്കുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ബലൂചിസ്ഥാനികളെ പോലെ ഈ ചിറ്റഗോങ് മേഖലയിലുള്ളവരും ഇപ്പോൾ വലിയൊരു പ്രക്ഷോഭത്തിന് രംഗത്തേക്ക് ഇറങ്ങുന്നു. സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ തന്നെ യുവാക്കൾ അവരെല്ലാം പറയുന്നു, ഇനി ബംഗ്ലാദേശിൻ്റെ ചവിട്ടും തൊഴിയും കൊള്ളാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾക്ക് സ്വയംഭരണാവകാശം വേണം. ഈ ചക്മ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഗോത്രക്കാരാണ് ഏറ്റവും അധികം ഈ ചിറ്റഗോങ് മേഖലയിലുള്ളത്. കൂടാതെ മർമ്മ, അതുപോലെ തന്നെ ജുമ്മ തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങളുണ്ട്. അങ്ങനെ ഏതാണ്ട് 5 ലക്ഷത്തോളം ഗോത്ര വിഭാഗക്കാർ ബംഗ്ലാദേശിലുണ്ട്. ഈ പറയുന്ന ചാക്മ വിഭാഗത്തിലുള്ളവരാണ് ഏറിയ പങ്ക്. ഇതിൽ തന്നെ കുറേ അധികം ആളുകൾ ഇന്ത്യയിലുമുണ്ട്. ഏതാണ്ട് 2.5 ലക്ഷത്തോളം ചാക്മ ഗോത്ര വിഭാഗക്കാർ. അവർ കൂടുതലുള്ളത് മിസോറാം, ആസാം, മണിപ്പൂർ, അതുപോലെ തന്നെ നാഗാലാൻഡ്, ബംഗാൾ, അരുണാചൽ പ്രദേശ് ഈ മേഖലകളിലൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തോളം വരുന്ന ചാക്മ വിഭാഗക്കാരെ പിന്തുണയ്ക്കുന്ന 2.5 ലക്ഷത്തോളം ആളുകൾ ഇന്ത്യയിലുമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായ സമയത്ത് കൂടുതൽ ആളുകളും പ്രതീക്ഷിച്ചിരുന്നത് ചിറ്റഗോങ് മേഖലയെ ഇന്ത്യൻ യൂണിയനൊപ്പം ചേർക്കുമെന്നാണ്. അത് സംഭവിക്കാതിരുന്നപ്പോൾ അവിടെ ചെറിയ മുറുമുറുപ്പ്, എതിർപ്പൊക്കെ വന്നു. അന്ന് പാകിസ്ഥാൻ വലിയ അക്രമം ഈ മേഖലയിൽ അഴിച്ചുവിട്ടു. നമുക്കറിയാം 1971 പാകിസ്ഥാൻ വിഭജിച്ചിട്ട് ബംഗ്ലാദേശ് രൂപീകരിച്ചത് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് നേരെ പാക് സൈന്യം നടത്തിയ കൊടും ക്രൂരതകളാണ്. അതിൽ മനം നൊന്താണ് ഇവർ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് ഈ ചക്മ വിഭാഗക്കാർക്കാണ്. അതിൽ വലിയൊരു കൂട്ടം ആളുകളെ ഇവർ മതം മാറ്റി. അതുപോലെ തന്നെ കുറേ ആളുകൾ പേടിച്ച് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വന്നു. കുറേ പേരെയൊക്കെ കൊന്നൊടുക്കി. അങ്ങനെ ചക്മ എന്ന് പറയുന്ന ഗോത്ര വിഭാഗക്കാരെ അടിച്ചമർത്തി പാകിസ്ഥാൻ മുന്നേറുകയായിരുന്നു. പിന്നീടാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത്. പിന്നീട് ബംഗ്ലാദേശ് വന്നപ്പോഴും ഈ ചാക്മ വിഭാഗക്കാരെ അടിച്ചമർത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബലൂചിസ്ഥാനിലെ പോലെ പാകിസ്ഥാനിലെ ബലൂജിലെ ഏറ്റവും വലിയ നേട്ടം അവിടെ ഈ ധാതു സമ്പത്തുണ്ട്, വനവിഭവങ്ങളുണ്ട്, അപൂർവമായ മിനറൽസ് ഉണ്ട്. അങ്ങനെ ധാതു സമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമാണ്. അതേപോലെയുള്ള ഒരു ഭൂപ്രദേശമാണ് ഈ പറയുന്ന ചിറ്റഗോങ്ങും. അവിടെയും ധാതു സമ്പത്ത്, വനസമ്പത്ത്, മിനറൽസ് ഒക്കെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ പാകിസ്ഥാൻ ഈ ബലൂജിനെ ചൂഷണം ചെയ്തത്, അതുപോലെ ബംഗ്ലാദേശ് ചിറ്റഗോങ്ങിനെയും ചൂഷണം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഞങ്ങൾക്ക് ഇനി ബംഗ്ലാദേശിൻ്റെ കൂടെ നിൽക്കണ്ട,
ഞങ്ങൾക്ക് തദ്ദേശീയവാദം ഉയർത്തിപ്പിടിച്ച് പുതിയ മേഖലയായിട്ട് മാറണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബലൂചിസ്ഥാനിൽ നടത്തിയ മുന്നേറ്റം ഈ പറയുന്ന ബംഗ്ലാദേശിലെ ചിറ്റഗോങ് മേഖലയിലുള്ളവർക്ക് വലിയൊരു ഉത്തേജനം നൽകിയെങ്കിൽ അവരും ഒരു പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങും, അവർ സ്വന്തം രാജ്യമാവും. ഇപ്പോൾ അവിടുത്തെ യുവാക്കളൊക്കെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്, പ്രക്ഷോഭവുമായി വരികയാണ്. ബംഗ്ലാദേശ് ആർമിക്ക് അങ്ങോട്ടേക്ക് എത്താൻ ഭയമുണ്ടാകുന്ന രീതിയിൽ മുന്നേറണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ചിറ്റോഗ്രാം എന്നറിയപ്പെടുന്ന ചിറ്റഗോങ്ങിൻ്റെ അതിർത്തിയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. അതായത് ചിറ്റഗോങ്ങിൻ്റെ ഏറിയ പങ്കും ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അതായത് മിസോറാം, അതുപോലെ തന്നെ ത്രിപുര സംസ്ഥാനങ്ങൾ. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മ്യാൻമറാണ്, അതായത് അരക്കൻ ആർമിയുടെ കൈവശമുള്ള മ്യാൻമറിൻ്റെ പ്രദേശങ്ങൾ. മറ്റൊരു ഭാഗത്ത് ബംഗാൾ ഉൾക്കടല. അവശേഷിക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമാണ് ബംഗ്ലാദേശിൻ്റെ പ്രദേശം, അല്ലെങ്കിൽ എന്താ ലാൻഡ് മേഖല എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഇടുങ്ങിയ ഭൂപ്രദേശം എത്രയാണോ അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിന് ഇപ്പോൾ ചിറ്റഗോങ്ങിലുള്ള അതിർത്തി പ്രദേശം എന്ന് പറയുന്നത്. വളരെ നാരോ ആയിട്ടുള്ള ഒരു പ്രദേശം. അപ്പോൾ ഇവിടേക്ക് വേണമെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് കടന്നു കയറി ഞങ്ങളെ രക്ഷിക്കാമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ചെയ്യുമെന്നോ അതിനെക്കുറിച്ച് ആലോചിച്ചെന്നോ ഒന്നും പറയുന്നില്ല, അവരുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ രാജ്യാന്തര തലത്തിൽ ഇവരുടെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ആ പ്രക്ഷോഭത്തിന് വലിയ മാനങ്ങൾ വരികയും ഒക്കെ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ യൂണിയനിലേക്ക് വരാമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾ, അതായത് വിഭജനമുണ്ടായ സമയത്ത് രണ്ട് രാജ്യങ്ങളായി തിരിയുന്നുണ്ടല്ലോ. അന്ന് ഈ പറയുന്ന ചിറ്റഗോങ് മേഖലയിൽ ഏതാണ്ട് 97-98% ആളുകൾ എന്ന് പറയുന്നത് ബുദ്ധമതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഏതാണ്ട് 3% മാത്രമായിരുന്നു ബംഗാളി മുസ്ലിം എന്ന് പറയുന്നത്. എന്നാൽ കാലം മാറിയപ്പോഴേക്കും ഡെമോഗ്രഫി ആകെ ചേഞ്ച് ചെയ്തു. ഈ പറയുന്ന ബംഗാളിലേക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ അരുണാചൽ, മിസോറാം, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചാക്മ ഗോത്ര വിഭാഗക്കാർ ഓടിപ്പോയി. അതുകൊണ്ടാണ് അവിടുത്തെ ഈ ജനസംഖ്യയിൽ വലിയ വ്യത്യാസമുണ്ടായത്. ഇപ്പോൾ അവർ പറയുന്നത് 1947 ഒരു വലിയ തെറ്റ് സംഭവിച്ചു, ആ തെറ്റ് തിരുത്താനുള്ള സമയമാണ്. ഇപ്പോൾ ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാനിലെ ബലൂജ്, ചിറ്റഗോങ് ഈ മേഖല സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടി അവകാശം ഉന്നയിക്കുന്ന രണ്ട് ഗോത്ര വിഭാഗങ്ങളാണ്. രണ്ട് മേഖലയിലും ഉണ്ടായത് ഒരേ പ്രശ്നങ്ങളാണ്. ഇവർ പ്രതിഷേധം ഉയർത്തിയപ്പോൾ രാജ്യദ്രോഹം നടത്തുന്നു എന്ന് പറഞ്ഞ് അവരെ അടിച്ചമർത്തുന്നു. ഒപ്പം തന്നെ അവരെ ഏതാണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ഈ ബലൂചിസ്ഥാനിൽ നിന്നും അതുപോലെ തന്നെ ചിറ്റഗോങ്ങിൽ നിന്നും മിനറൽസ് ഉൾപ്പെടെയുള്ള ധാതു സമ്പത്ത് ധാരാളമായി കൊള്ളയടിക്കാൻ രണ്ട് ഭരണകൂടവും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ത് പ്രതിസന്ധി നേരിടുന്നോ അതുപോലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ബംഗ്ലാദേശിലെയും ചിറ്റഗോങ്ങിലെ ജനങ്ങൾ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ സൂചന പുറത്തേക്ക് വരുന്നത്. അതായത് ഇന്ത്യയുടെ ഭാഗമായ കാശ്മീരിൻ്റെ അവകാശവാദം ഉന്നയിച്ചു വരുന്ന പാകിസ്ഥാന് ഇപ്പോൾ ആ രാജ്യത്ത് നിന്ന് ഉയർന്നു വരുന്ന വിഘടനവാദത്തെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. ചിറ്റഗോങ്ങിലും ഏതാണ്ട് സമാനമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഈ വിഘടനവാദത്തിന് വേണ്ടി അല്ലെ സ്വതന്ത്രമാകാൻ വേണ്ടി ഉയരുന്ന ശബ്ദം ബംഗ്ലാദേശ് ഭരണകൂടത്തെ വല്ലാതെ അലട്ടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയായി മാറുന്നു. അപ്പോൾ ചിറ്റഗോങ് ബംഗ്ലാദേശിൻ്റെ ബലൂജായി മാറുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇത് തന്നെയാണ്. രണ്ട് സ്ഥലത്തെയും ഗോത്ര വിഭാഗക്കാർ അധിവസിക്കുന്ന പ്രദേശത്തെ അടിച്ചമർത്തുന്നു, അവരുടെ സ്വാതന്ത്ര്യമോഹത്തെ ഇല്ലാതാക്കുന്നു, ഒപ്പം അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നു. ഈ രീതിയിലുള്ള ഒരു അടിമത്ത മനോഭാവത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായി ചിറ്റഗോങ് മേഖലയിൽ ഉയർന്നു വരുന്ന ഈ പറയുന്ന ശബ്ദം, അതായത് ഞങ്ങൾ സ്വതന്ത്രമാകണം, ഞങ്ങൾക്ക് സ്വയംഭരണാവകാശം വേണം എന്നൊക്കെ പറഞ്ഞ് ഉയർന്നു വന്ന ശബ്ദം ഇപ്പോൾ പതിയെ കൂടി വരുന്നു. ജനങ്ങൾ പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങുന്നു, ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരായ നിലപാട് കൈക്കൊള്ളുന്നു. അപ്പം ആളുകളുടെ ആരവം ഉയർന്നു വരുന്നത് ബംഗ്ലാദേശ് ഭരണകൂടത്തെ, യൂനിസ് ഭരണകൂടത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. കാരണം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ആശങ്ക അവർക്കുണ്ട്. ബംഗ്ലാദേശിനെതിരായുള്ള ഈ ജനങ്ങളുടെ പോരാട്ടത്തിൻ്റെ ആവശ്യം ചിറ്റഗോങ് വർദ്ധിച്ചു വരുന്നത് ലോകവും പതുക്കെ ശ്രദ്ധിച്ചു വരുന്നുണ്ട്. മാത്രമല്ല ഈ പറയുന്ന മുഹമ്മദ് യൂനിസ് സർക്കാരിനെതിരെ ചിലപ്പോൾ ഒരു പട്ടാള അട്ടിമറിക്കുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. സൈനിക മേധാവിയായ വാക്കറുസ്സമാൻ്റെ നേതൃത്വത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അതിൻ്റെ സൂചനകൾ നൽകുന്നു എന്നും കരുതപ്പെടുന്നു. ചുരുക്കം പറഞ്ഞാൽ എന്താണോ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ചെയ്തത്, അല്ലെ ബലൂജ് ആർമി ചെയ്തത്, അതിന് സമാനമായി ബംഗ്ലാദേശിൽ ചിറ്റഗോങ്ങിലെ ജനങ്ങളും ചെയ്തു വരുന്നു. ഇവിടുത്തെ ഗോത്ര വിഭാഗക്കാരായ ചാക്മയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉയർന്ന് ഒന്നിച്ച് ഏകോപിപ്പിച്ച് മുന്നോട്ട് വരുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് ആർമിയും മാറുകയാണ്. അപ്പോൾ ഇന്ത്യയെ
അനാവശ്യമായിട്ട് പാകിസ്ഥാൻ കയറി ചൊറിഞ്ഞു, അതിനെ പരോക്ഷമായി ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ബംഗ്ലാദേശിന് വലിയ പണി. അപ്പോൾ പാകിസ്ഥാനിൽ എങ്ങനെ വിഭജനം ഉണ്ടാകുന്നോ, എങ്ങനെ ബലൂച്ച് സ്വതന്ത്രമാകാൻ ശ്രമിക്കുന്നോ, അതിന് സമാനമായിട്ട് ബംഗ്ലാദേശിൽ ചിറ്റഗോങ്ങും സ്വതന്ത്രമാകാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ബലൂച്ചും സ്വതന്ത്രമാകാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.